പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് യാത്ര ചെയ്യുന്നവരെ അവരുപയോഗിക്കുന്ന രേഖകള്, ഓരോ രേഖകളെയും ഞാൻ കർത്താവിന് സമർപ്പിക്കുന്നു. നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകള്, പ്രമാണങ്ങള്, പാസ്പോർട്ടുകള്, നിങ്ങളുടെ അപേക്ഷാ ഫോമുകള്, നിങ്ങളുടെ ബാങ്ക് രേഖകള് കർത്താവ് സ്പർശിക്കട്ടെ. ഇതുമായി കടന്നു പോകുന്നത് ഇതൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ കർത്താവിൻ്റെ വിശുദ്ധ മുദ്ര വെക്കട്ടെ. അത് ആർക്ക് കൊടുക്കുമ്പോഴും കൊടുക്കുന്ന സ്വീകരിക്കുന്നതിന് പരിശുദ്ധാത്മ നിറയുകയും നിനക്ക് ദൈവഹിതമാണെങ്കിൽ നിനക്ക് അനുകൂലമായ തീരുമാനം എടുത്തുകൊണ്ട് നിന്നെ സന്ധിക്കാൻ ഇടവരുത്തിട്ട് പ്രാർത്ഥിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ ജീവിത മേഖലകളിലെ സാമ്പത്തികമായ ബാധ്യതകളും കടങ്ങളുള്ളവരെ കർത്താവ് ഏറ്റെടുക്കട്ടെ. ഏലകൃഷിക്കാര്, റബ്ബർ കൃഷിക്കാര്, റബ്ബർ ടാപ്പ് ചെയ്യുന്നവരെ, അതുകൊണ്ടെല്ലാം ഉപജീവനം നടത്തുന്നവര്, പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റുമാറാതിരിക്കുന്നവരും, അത് വിറ്റുമാറിയില്ലെങ്കിൽ ജീവിത കാര്യങ്ങൾ നിറവേറാതെ തടസ്സപ്പെട്ട് കിടക്കുന്നവരെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. വിറ്റുമാറാനുള്ള സാധനങ്ങൾ, വള്ളങ്ങളുണ്ടാകും, വലകളുണ്ടാകും, വീടുണ്ടാകും, സ്ഥലമുണ്ടാകും, ഇങ്ങനെയെല്ലാം അതെല്ലാം പെൻഡിങ്ങിൽ കിടക്കുന്ന കാരണം നിന്റെ കടങ്ങളുടെ പലിശകൾ കൂടുന്നവരുണ്ട്. കർത്താവേ, ഞാൻ അവരെ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ആ അടിസ്ഥാനത്തിൽ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. തടസ്സമുള്ള മക്കളെ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ സാക്ഷ്യം പറയാനുള്ള അനുഭവം കിട്ടാൻ വേണ്ടി ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. പിതാപുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കാം. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത്
സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കേരള സഭാ ചരിത്രത്തിലെ രസകരമായ ചില അധ്യായങ്ങളുണ്ട്. 1870 മുമ്പ് ഈ ബെർണാഡ് ബെച്ച്നെല്ലി പിതാവ് വരാപ്പുഴ വികാരിയാത്ത് ഭരിക്കുന്നതിന് മുമ്പ് ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് 1830-31 കാലഘട്ടത്തിലെ ഒരു പിതാവ് ഭരിച്ചിരുന്നു. അതായത് അദ്ദേഹം ആണ് ബിഷപ്പ് സ്റ്റബിലീനി. ഈ സ്റ്റബിലീനി എത്താതിന് മുമ്പ് ഈ 27, കാരണം ഈ കാലഘട്ടങ്ങളിലൊക്കെ വ്യത്യസ്തങ്ങളായ വലിയ വലിയ സംഭവങ്ങൾ നടക്കുന്ന കാലഘട്ടമാണ്. ഇപ്പോൾ കേരള സഭയിൽ സിമിത്തേരിയൊക്കെ പണിയണത് 1870 തൊട്ടാണ്. ആ കുറേ നല്ല ഭക്ത കൃത്യങ്ങളും പരസ്യ പ്രവർത്തികളുടെ പുതിയ അധ്യായങ്ങളുണ്ടായിരുന്നു. ഇനി ഞാൻ ആ ഭാഗങ്ങളൊക്കെ വായിച്ചുകൊണ്ട സമയത്തെ പെട്ടെന്ന് ഒരു പിതാവിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അതായത് ഒരു പിതാവ് എൻ്റെ കാലത്ത് നമ്മളെ കത്തോലിക്ക സഭയിൽ തന്നെ കുമ്പസാരിക്കണമെങ്കിൽ പൈസ കൊടുക്കണമായിരുന്നു. അത് നമ്മൾ പൈസ കൊടുക്കുന്നത് 2 അണ 4 അണയൊക്കെ കൊടുക്കുന്നത്. അക്കമ്മ പറഞ്ഞത് 4 അണ. ഒന്ന് കുമ്പസാരിക്കുമ്പോൾ നിങ്ങൾ കുമ്പസാരിച്ച് പാപമോചനം ശ്രമിക്കുമ്പോൾ ആ അച്ഛൻ്റെ നിത്യവൃത്തിക്ക് വേണ്ടി നമ്മൾ 2 അണ അല്ലെങ്കിൽ 4 അണ അല്ലെങ്കിൽ 1 അണ കൊടുക്കും. അപ്പോൾ ഈ ഒരു പിതാവ്, ബെച്ച്നെല്ലി പിതാവിനേക്കാൾ മുമ്പ് ഒരു പിതാവ് വന്നായിരുന്നു. അങ്ങേര് പറഞ്ഞ് പാവപ്പെട്ടവർക്ക് 4 അണ പോലും ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അത് സഭയുടെ പഴയ കാലം ഒന്ന് ചിന്തിക്കണേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അരി കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് കുമ്പസാരിക്കണതിന് അച്ഛൻ കുമ്പസാരി കഴിയുമ്പോൾ നമ്മൾ 2 നാഴി അല്ലെങ്കിൽ 4 നാഴി അരി കൊടുക്കും അച്ഛൻ. അതൊരു കാലം അത് ചിന്തിച്ചേക്കേ. അതെന്താ വെച്ചാൽ അത് പണ്ട് ഈ ബാർട്ടർ സിസ്റ്റം എന്നും പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. എനിക്കറിയാമല്ലോ. അല്ലേ, നാണയമൊക്കെ കണ്ടുപിടിക്കണ മുമ്പും ആൾക്കാരുടെ ഈ നാണയമൊക്കെ എത്തിച്ചേരണ മുമ്പ് ആൾക്കാരെ ചെയ്യണത് നമ്മളിപ്പോൾ വസ്തു കൊടുത്ത് വസ്തു വാങ്ങും. വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ കിഴങ്ങ്, ചേമ്പ്, അതുപോലെ തന്നെ കാച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മീനാണ് വേണ്ടത്. അപ്പം നമ്മൾ ചന്തയിൽ കൊണ്ടുപോകും. ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈ കാച്ചിൽ മീൻ തരാൻ സാധ്യതയുള്ള ആൾക്കാർക്ക് കാച്ചിൽ ആവശ്യമുള്ളവരുണ്ടാവും. അവർക്ക് കാച്ചിൽ കൊടുത്തിട്ട് മീൻ വാങ്ങിക്കും. അതിനാണ് വസ്തു കൊടുത്തിട്ട് വസ്തു വാങ്ങിക്കണം, ബാർട്ടർ സിസ്റ്റം. ചില സമയത്തുണ്ടല്ലോ നമ്മുടെ ഈ പ്രാർത്ഥനാ ജീവിതവും ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ് ചില ആൾക്കാർ കൈകാര്യം ചെയ്യണത്. നമ്മളൊരു ലോഡ് സ്വർഗസ്വനായ പിതാവ് കയറ്റി അയക്കും. എന്നിട്ട് നമ്മളെ മാളെ കെട്ടിച്ചെടുക്കും, വസ്തു വിറ്റെടുക്കും. ഇങ്ങനെ ദൈവത്തിനൊരു വസ്തു കൊടുത്തിട്ട് നമ്മൾ വേറൊരു വസ്തു എടുക്കണ രൂപത്തിൽ. കാര്യം ഈ ഒരു ബന്ധമൊന്നും അധികകാലം നീണ്ടു നിൽക്കത്തില്ല, ദൈവമായിട്ട് പറ്റത്തില്ല. ഒന്നാമത്തേൽ ഈ അമേരിക്കയിലോട് ചെമ്മീൻ വിടണ പോലുള്ള പരിപാടിയാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്കുള്ളത്. അമേരിക്കയിലോട് ചെമ്മീൻ കയറ്റി വിടുമ്പോൾ തന്നെ എന്ത് ചെയ്യും,
അവർ അത് റിജക്റ്റ് ചെയ്യും. അതിൻ്റെ അകത്ത് ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യന്മാർ വരെ ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അപ്പോൾ ഇതുപോലെ നമ്മളീ കയറ്റിവിടുന്ന ജപമാലയും അല്ലെങ്കിൽ സ്തുതിപ്പും ആരാധനയും ഒക്കെ ദൈവം ഈ കയറ്റിവിടുന്നത് ദൈവം ബാക്ടീരിയ ആണെന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്യും. അതെന്താ കാര്യം? നമ്മുടെ വെറുപ്പ്, വിദ്വേഷം, ചതി, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, ഇതൊക്കെ ബാക്ടീരിയ ഉണ്ടല്ലോ. അപ്പം നമ്മുടെയൊക്കെ എന്നല്ലേ ഇത് പോണത്. ആ ബാക്ടീരിയ അതിൻ്റെ അകത്ത് കയറും. അതുകൊണ്ടാണ് ഭജനം പറയണത്, ബാക്ടീരിയ പ്രാർത്ഥന കയറിയ ആ പ്രാർത്ഥന മൊത്തം റിജക്റ്റഡ് ആവും. അതുകൊണ്ടാണ് ഭജനം പറയണത്, വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ലെന്ന്. എബ്രായർ 12:14. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണ്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ കണ്ടാമിനേറ്റഡ് ആകാതിരിക്കാൻ വേണ്ടി അതിനകത്ത് ബാക്ടീരിയ, വെറുപ്പിൻ്റെയും ദ്വേഷത്തിൻ്റെയും ഒക്കെ ബാക്ടീരിയ കയറാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പ്രാർത്ഥനയെല്ലാം ദൈവം അക്സെപ്റ്റ് ചെയ്യുകയും നമ്മളെ കൃപ കൊണ്ട് നമ്മളെ വിശ്വാസം വളർത്തുകയും നിലനിർത്തുകയും ചെയ്യും. പിന്നെ അതുകൂടാതെ എൻ്റെ 2 മക്കൾക്കും വിചാരിച്ചതിനേക്കാളും നല്ലൊരു ജോലി, നല്ല സാലറി കൂടി, നല്ല സ്ഥലത്ത് ടെൻഷനില്ലാതെ വർക്ക് ചെയ്യാൻ പറ്റിയ നല്ലൊരു ജോലി 2 പേർക്കും ലഭിച്ചു. ഞങ്ങൾക്ക് കുറേ വർഷം മുമ്പ് ഞങ്ങളൊരു സ്ഥലം മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എന്ത് ചെയ്യണം എന്നറിയാതെ ഈ ഇടയ്ക്ക് ഞങ്ങളത് ഒന്നും ചെയ്യാതെ വിറ്റ് കളയാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ഞങ്ങൾ മാതാവിൻ്റെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോഴേക്കും പെട്ടെന്ന് നമുക്കൊരു വീട് വെക്കാമെന്നുള്ള ഒരു തോന്നൽ വന്നു. അങ്ങനെ അത് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഒരു 8-9 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ഒരു 3 നില വീട് അതിൽ വെക്കാനും 5 കുടുംബങ്ങൾക്ക് അത് വാടകയ്ക്ക് കൊടുക്കാനും ഞങ്ങൾക്ക് നല്ലൊരു വരുമാന മാർഗമായി കിട്ടാനും അതിൽ അമ്മയുടെ മാധ്യസഹായത്താൽ അത് സാധിച്ചു. പിന്നെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസിൽ ശരിക്കും എൻ്റെ ബോസ് വളരെയധികം എപ്പോഴും എന്നോട് വളരെയധികം ഇതായിട്ട് പെരുമാറുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒട്ടും ടെൻഷനില്ലാതെ നല്ലൊരു സെക്ഷനിലേക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അത് വേറെ സെക്ഷനിലേക്ക് മാറാനും നല്ല സന്തോഷത്തോടെ വർക്ക് ചെയ്യാനും ഇപ്പം നല്ലൊരു ഉയർച്ചയിലിരിക്കാനും മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്ക് സാധിച്ചു. തിരുക്കുമാരനും 1000 നന്ദി പറയാം. എൻ്റെ പേര് റിൻസു വർഗീസ്. ഞാൻ പിറവത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു BSc നേഴ്സാണ്. അപ്പോൾ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു എനിക്ക് OET എക്സാം എഴുതിയിട്ട് പുറത്തോട്ട് പോകണോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം എഴുതി. അപ്പോൾ ഞാനങ്ങനെ പ്രാർത്ഥിക്കത്തൊന്നുമില്ലായിരുന്നു. ഞാൻ കൂടുതലും പഠിക്കുമായിരുന്നു. പ്രാർത്ഥനയ്ക്കുള്ള സമയം ഞാൻ പഠിച്ച് കഴിഞ്ഞിട്ടാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ ഗ്രേസ് അക്കാഡമി ആലുവയിൽ ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴേ എനിക്ക് കുറേ നല്ല കൂട്ടുകാരെ കിട്ടി. അവരെന്നോട് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. എല്ലാ ദിവസവും പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ പറഞ്ഞു, നീ കൃപാസനത്തിൽ പോയി ഒന്ന് പ്രാർത്ഥിച്ച് നോക്ക്, നിനക്ക് ഏറ്റവും പാടുള്ള മുടിയുള്ള റീഡിംഗ് അല്ലേ, അത് പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് നീ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ജനുവരി 2-ാം തീയതി ഇവിടെ വന്നു, ഉടമ്പടി എടുത്ത് എനിക്ക് മാതാവിനോട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് എനിക്ക് റീഡിംഗ് എളുപ്പമാക്കി തരണേ. അങ്ങനെ ജനുവരി 8-ാം തീയതി ഞാൻ OET എക്സാം എഴുതിയപ്പോൾ എനിക്ക് റീഡിങ്ങിന് നല്ല സ്കോറോടുകൂടി പാസ്സാകാൻ പറ്റി. അത് പരിശുദ്ധ അമ്മയുടെ ഭയങ്കര അത്ഭുതമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ദൈവത്തോട് അടുക്കും തോറും ദൈവം തന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. പിന്നെ എനിക്ക് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ, നാട്ടിൽ എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ കുറച്ച് നാൾ എനിക്ക് ജോലി ചെയ്യണമെന്നുണ്ടായിരുന്നു. അതും പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അതും ഉടമ്പടി പ്രാർത്ഥനയോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിച്ചു. എനിക്ക് ആ ആഴ്ചയിൽ തന്നെ ലിസി ഹോസ്പിറ്റൽ എറണാകുളത്ത് ജോയിൻ ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹവും പരിശുദ്ധ അമ്മ തന്നു. അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഈ 1 മാസം കൊണ്ട് എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളാണിത്. ഞാൻ ഒരിക്കലും ദൈവത്തിൽ നകലില്ല. ഈ ഉടമ്പടി മുടക്കാതെ പ്രാർത്ഥിക്കണമെന്നേ ഉള്ളൂ. 1/2 മണിക്കൂർ ഞാൻ എന്നും ബൈബിൾ വായിക്കുമ്പോൾ എനിക്ക് കൂടുതലും വായിക്കാനേ തോന്നിയിട്ടുള്ളൂ. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ പറയുന്നുള്ളൂ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയതൊക്കെ. അമ്മയോട് പറഞ്ഞ അമ്മ എല്ലാം സാധിച്ചു തരുമെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഒരുപാട് നന്ദി. എൻ്റെ പേര് അൽഫോൻസ്.
എൻ്റെ പേര് അൽഫോൻസ. ഞാൻ വരുന്നത് ചാലക്കുടി ചൗക്ക എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരണ. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ പുതുക്കാൻ വന്നിരിക്കണേ. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എൻ്റെ മോള് കാനഡയ്ക്ക് പോകാനായിട്ട് അപ്ലൈ ചെയ്തിട്ട് 4.5 വർഷമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം അത് നിർത്തി. മോളും കൊച്ചും പോയി. പിന്നെ ഉടമ്പടി എടുക്കാനൊരു വീടിന് വേണ്ടി ഞാൻ വെച്ചിരുന്നു. അതിന് എനിക്കൊരു വീടും 4.5 സെൻറ്റ് സ്ഥലവും മാതാവ് തന്നു. യേശുവേ നന്ദി. എൻ്റെ പേര് സോണിയ സെബാസ്റ്റ്യൻ. ഞങ്ങൾ ആർത്തുങ്കൽ സ്വദേശിയാണ്. ഞങ്ങളിവിടെ 2018 വന്ന് ഉടമ്പടി എടുത്തത്. ഞങ്ങൾ 6 കാര്യം നിയോഗം വെച്ചതിലും 5 കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധിച്ചു കിട്ടി. ഞങ്ങളുടെ കടബാധ്യതകൾ മാറുവാനും ഞങ്ങളുടെ ദാമ്പത്തിക പ്രശ്നത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതെല്ലാം തീരുവാനും, പിന്നെ അതുപോലെ എനിക്ക് സൗദിയിലേക്ക് പോകുവാനായി ഒരു എക്സാം ഉണ്ടായിരുന്നു. അത് മാതാവിൻ്റെ അനുഗ്രഹത്താൽ അതും എനിക്ക് പരീക്ഷ എഴുതുവാനും സാധിച്ചു. അതുപോലെ ഞങ്ങൾക്ക് ഒന്നിച്ച് ഫാമിലിയായിട്ട് അവിടെ ജീവിക്കുവാനും സാധിച്ചു. അതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ 2019 ഡിസംബർ 16 ഒരു ബസ് അപകടത്തിൽ വെച്ച് എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിന് ഗുരുതരമായ ഒരു പരിക്കേറ്റു. ആ സമയത്ത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓൺലൈൻ അച്ഛൻ്റെ ആരാധന കണ്ടിരുന്നു. ആ സമയത്ത് അച്ഛൻ ആരാധനയിൽ പറഞ്ഞു, ഒരു വലതുകാലിൻ്റെ ഗുരുതരമായി പരിക്കേറ്റ ഒരു സഹോദരന് സൗഖ്യം ലഭിക്കുന്നതായിട്ടുള്ള ആരാധനയിൽ കേൾക്കുവാൻ സാധിച്ചു. അതിൻ്റെ ഇതിലായി അതനുസരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും അതിൽ നിന്നുമൊക്കെ ഞങ്ങളിപ്പം തൻ്റെ മകന് ഇപ്പം നല്ല രീതിയിൽ അത് നടക്കുവാനായിട്ടും സാധിച്ചു. അതിനെല്ലാം മാതാവിൻ്റെ അനുഗ്രഹങ്ങളാണ്. ഇനി ഞങ്ങൾക്ക് സന്താനഭാഗ്യത്തിന് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിലും അമ്മ ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായ വിശ്വാസം ഉറപ്പുകൊണ്ട് ഞങ്ങൾ ആ പ്രാർത്ഥനയിൽ ഞങ്ങൾ പൂർണ്ണമായും മുന്നോട്ട് പോകുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ജോസഫാണ്. ആക്സിഡൻറ്റ് പറ്റിയത് 2019 ഡിസംബർ 15 ആക്സിഡൻറ്റിന് എൻ്റെ വലത് കാലിൻ്റെ ഫ്രണ്ട് ഫുട്ട് ഫുള്ള് ആംപിറ്റ് ചെയ്താണ്. ആ സമയത്തൊരു 19 ദിവസം സൗദിയിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം അവിടെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ വേണ്ടി ഒരുപാട് ഡിലേ വരുന്നതുകൊണ്ട് ഞങ്ങൾ 19 ദിവസം ട്രീറ്റ്മെൻറ്റിന് ശേഷം നാട്ടിലേക്ക് തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തു. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നിറങ്ങി അവിടുന്ന് തന്നെ ഡയറക്റ്റ് ഞങ്ങൾ മറ്റേ മാതാവ് ഹോസ്പിറ്റൽ കോട്ടയത്തേക്ക് വന്നു. അവിടുന്ന് 2 ആഴ്ചത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം പിന്നെ 3 മാസത്തെ റെസ്റ്റിന് ശേഷം 10 മാസത്തിന് ശേഷം വീണ്ടും എനിക്ക് തിരിച്ച് സൗദിയിലേക്ക് പോകാൻ സാധിച്ചു. ഇപ്പോൾ എനിക്ക് പഴയതുപോലെ ഒരു ജോലിയും നടപ്പും എല്ലാം എനിക്ക് സുഖമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എൻ്റെ പേര് ഷൈനി റോജോ. ഞാൻ ചങ്ങനാശ്ശേരിയിൽ ചെത്തിപ്പുഴ ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഡിസംബർ 4 2021 ഡിസംബർ 4 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതും വളരെ അവിചാരിതമായിട്ടാണ് ഞാനിവിടെ വരാനായിട്ട്. അന്ന് ഞാനിങ്ങനെ പെട്ടെന്ന് ലീവ് ചോദിച്ചു. ഞാൻ ഈ പുഷ്പഗിരി ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. പെട്ടെന്ന് ലീവ് ചോദിച്ചു. അങ്ങനെ പെട്ടെന്ന് ലീവ് കിട്ടി. വന്ന ഉടനെ എനിക്ക് ഉടമ്പടി എടുക്കാനും സാധിച്ചു. അപ്പം ഞാനാണെങ്കിൽ അവിടുന്ന് ജോലി റിസൈൻ ചെയ്യണമെന്നുള്ള ആ ഒരു തീരുമാനത്തിലായിരുന്നു. കാരണം എൻ്റെ സാലറി ഒരു 3-4 മാസമായിട്ട് ഇങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പകുതിയിലധികം സാലറി കട്ടിങ് ആയിരുന്നു. ഞാൻ അവിടുന്ന് ജോലി മാറാമെന്ന തീരുമാനത്തിലായിരുന്നു. പക്ഷേ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആ ഡിസംബർ മാസം എനിക്ക് ഫുൾ സാലറി കിട്ടാൻ തുടങ്ങി. പിന്നെ വലിയൊരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴിക്ക് മുത്തൂർ എന്ന സ്ഥലത്ത് വെച്ചിട്ട് ഞാനൊരു കാറുമായിട്ട് എൻ്റെ വണ്ടി ഇടിച്ചു. അപ്പം ഞാൻ 2 വീലറിലായിരുന്നു. അപ്പം ഇടിച്ചത് ഞാൻ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ വണ്ടിക്കിട്ടാണ് ചെന്ന് കയറി ഇടിച്ചത്. അപ്പോൾ ഇടിച്ച ഉടനെ തന്നെ ഞാൻ റോഡിൻ്റെ നടുക്കോട്ടും വീണു, വണ്ടി സൈഡിലേക്കും വീണു. അപ്പം എല്ലാവരും പറഞ്ഞത് ആ വീഴ്ചയിൽ ഞാൻ അന്ന് തന്നെ തീർന്നു പോകേണ്ടതാണ്. കാരണം തിരുവനന്തപുരം ഫാസ്റ്റൊക്കെ വരുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ ജീവൻ പോകും. അപ്പം ആ സമയത്ത് മാതാവ് കരുതിയതുപോലെ 1 മിനിറ്റ് നേരത്തേക്കിന് ഒരു വണ്ടി പോലും പെട്ടെന്ന് അതിലേ വന്നില്ല.
അപ്പം അങ്ങനെ എന്നെ രക്ഷിച്ചു. കാരണം ഞാൻ കാശ് രൂപ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ബാഗിനകത്ത് കാശ് രൂപം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഓടി വന്നു കഴിഞ്ഞ് എന്നെ എടുത്ത് പൊക്കാൻ നോക്കിയപ്പോഴത്തേനും എനിക്ക് പക്ഷേ എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു റോഡിൽ നിന്ന്. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കിനും കുറേ ചേട്ടന്മാരൊക്കെ ഓടി വന്ന് എന്നെ പൊക്കാൻ നോക്കിയിട്ട് അവർ എനിക്ക് കാല് നിവർത്ത് എണീക്കാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം നോക്കിയപ്പോഴത്തേക്കിനും ഒരു പച്ച സാരി ഉടുത്ത ഒരാൾ, ഒരു ടീച്ചറിനെ പോലെ തോന്നിക്കും, പക്ഷെ നമ്മുടെ തിരിയുടെ പച്ചയല്ല, നല്ല ഡാർക്ക് പച്ച കളറിലത്തെ ഒരു സാരി ഉടുത്ത ഒരു ചേച്ചി പെട്ടെന്ന് വന്നിട്ട്, ഇപ്പോഴും എനിക്ക് ആ ചേച്ചിയുടെ മുഖം എനിക്ക് മനസ്സിലുണ്ട്. ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ വട്ടം പിടിച്ച് പൊക്കി എണീപ്പിച്ച് സൈഡിലിരുത്തി എനിക്ക് വെള്ളമൊക്കെ തന്നു. പക്ഷെ എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. മാതാവ് കരുതിയതാന്ന് തോന്നുന്നതല്ല, അത് തന്നെയാണ്. എൻ്റെ താടിയുടെ ഇവിടെ ചെറിയൊരു ചതവുണ്ടായിരുന്നു. പിന്നെ കൈമുട്ട് പൊട്ടി, കാലിൻ്റെ എവിടെയും ചെറിയൊരു പൊട്ടൽ മാത്രമേ ഉള്ളായിരുന്നു, എനിക്ക് ചെറിയ പോറൽ മാത്രമേ ഉള്ളായിരുന്നു. കണ്ടു നിന്നവരൊക്കെ പറഞ്ഞത് തമ്പുരാൻ കരുതിയതാണ്, അല്ലെങ്കിൽ ശരിക്കും ഞാൻ മരിച്ചു പോയേനെ. അതുപോലത്തെ ഒരു അപകടത്തിൽ നിന്ന് മാതാവ് എന്നെ കരുതി സംരക്ഷിച്ചു. പിന്നെ ഉടമ്പടി എടുത്ത് പോയ ഉടനെ തന്നെ ഞങ്ങൾ കുറച്ച് സ്വർണം, പഴയ സ്വർണം കൊടുത്തിട്ട് പുതിയ സ്വർണം വാങ്ങാനായിട്ട് പോയി. ആ സമയത്ത് സ്വർണം എടുത്തു. അത് കഴിഞ്ഞിട്ട് കുറച്ച് എല്ലാം എടുത്ത് കണക്കൊക്കെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇനി ഒരു 5000 രൂപയും കൂടെ നമുക്ക് ഇങ്ങോട്ടുണ്ട്. അപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു പൈസയായിട്ട് മേടിക്കേണ്ട, നമുക്ക് അതിനും കൂടെ സ്വർണം എടുത്തേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളൊരു മോതിരം ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ലാസ്റ്റ് പണിക്കൂലിയും പണിക്കുറവും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു ഇനി 5000 രൂപ അങ്ങോട്ടാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ വെറുതെ പരീക്ഷണാടിസ്ഥാനത്തിൽ കാശ് രൂപ എടുത്ത് കൈ പിടിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ മാതാവ്, ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയ സ്വർണ്ണമല്ലേ, അപ്പോൾ അതെല്ലാം എനിക്ക് വേണം, പക്ഷേ എനിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കാനും എനിക്ക് പറ്റത്തില്ല, അമ്മ എന്താണെന്ന് വെച്ച് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അവിടെയുള്ള ആ മാനേജർ ചോദിച്ചു, നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും പരിചയമുണ്ടോ എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു, ഇല്ല, ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല, കല്യാണത്തിനെടുത്ത സ്വർണ്ണമാണ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇപ്പോഴാണ് ഇവിടെ വരുന്നത്, ഞങ്ങൾക്ക് ആരെയും പരിചയമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കണക്ക് കൂട്ടി. അപ്പം ഞാനിങ്ങനെ വിശ്വാസപ്രമാണം കണ്ണടച്ച് നിന്ന് ചൊല്ലി കണ്ണ് തുറന്ന് നോക്കുകയും ആ സാറ് റെഡിങ് കൊണ്ട് അവിടെ 5000 അവിടെ വട്ടം വരച്ച് വെച്ചിട്ട് നിൽന്ന് എഴുതി. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു. ഒരു സ്വർണ്ണം പോലും അങ്ങോട്ട് അവർ തിരിച്ചെടുത്തുമില്ല. 1 രൂപ പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് മുഴുവൻ സ്വർണവും കിട്ടാനും മാതാവ് ഇടയാക്കി. പിന്നെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ മാമോദീസയായിരുന്നു, ആദ്യ കുർബാനയായിരുന്നു ഈ ഡിസംബർ 28-ാം തീയതി. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച്, തുടക്കം തൊട്ടേ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവേ എല്ലാം മുന്നിൽ നിന്ന് നടത്തി തരണമേ, അങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പോൾ വീട് പെയിൻറ്റിങ്ങിൻ്റെ സമയത്ത് തൊട്ട് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങളിങ്ങനെ ഒരു 60,000 രൂപ എൻ്റെ മമ്മിയുടെ ആങ്ങളയുടെ ആയിരുന്നു. അപ്പം 60,000 രൂപ ഞങ്ങളുടെ അങ്കിളിൻ്റെ കയ്യിൽ നിന്ന് എടുത്തു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു, അമ്മേ മാതാവ്. ഞാൻ ആര്യങ്കാവ് മലങ്കര ദേവാലയത്തിൽ നിന്ന് വരുന്നു. ഞാനിവിടെ 2019 മെയ് മാസം 10-ാം തീയതി ഉടമ്പടി എടുത്തു. എൻ്റെ ഭർത്താവിന് തൊണ്ടയിൽ ക്യാൻസറായിരുന്നു. അന്നേരം തൊണ്ട ഓപ്പറേഷൻ ചെയ്ത് ട്യൂബൊക്കെ ഇട്ടിട്ട് അത് പിന്നീട് പുള്ളിക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കാതെ വന്നു. 1 വർഷം ഞങ്ങൾ ചികിത്സയിൽ 18-ലായിരുന്നു ഈ ഓപ്പറേഷൻ നടന്നത്. പക്ഷേങ്കിൽ 19-ലാണ് ഞാനിവിടെ വരുന്നത്. വന്ന് ഇങ്ങനെ ഉടമ്പടി എടുത്തു. 3 മാസം ഞാൻ കൃത്യമായിട്ട് വരികയും പത്രം മേടിച്ച് വിതരണം ചെയ്യുകയും ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് എപ്പോഴും പ്രാർത്ഥിക്കുകയും, പുള്ളിയാണെങ്കിലും സംസാരിക്കാൻ കഴിയത്തില്ലെങ്കിലും ബൈബിള് വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വെഞ്ചരിച്ച ഇതെടുത്ത് തൊണ്ടയിൽ പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ 3 മാസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പരിശോധിക്കാൻ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ പൊക്കോ എന്ന് പറഞ്ഞു. പരിശോധിച്ചിട്ട് പിന്നെ 1 മാസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ ഹോള് അവർ ആ ട്യൂബ് എടുത്ത് മാറ്റുകയും പൂർണ്ണമായി സ്ഥിതിയിലാക്കി തരികയും ചെയ്തു. അതിന് എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി, യേശുവിന് നന്ദി പറയുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് ഈ ഹോൾ അടയ്ക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. എൻ്റെ പേര് പ്രീത. ഞാൻ എറണാകുളം ജില്ലയിൽ കൂത്താട്ടോളം മാറിയെന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പം എനിക്ക് ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ്. എനിക്ക്
വയറിൽ വേദനയായിരുന്നു. എല്ലാ മാസവും പീരീഡിൻ്റെ സമയത്ത് അതിശക്തമായ വേദന കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഞാൻ കൂത്താട്ടണം ദേവമാതാ ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്യേണ്ടി വന്നു. ചെയ്ത് നോക്കിയപ്പം ഓവറിക്കകത്തും യൂട്രസിലൊക്കെ മുഴയുണ്ട്, പെട്ടെന്ന് സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥയാണെന്ന് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ എൻ്റെ ബ്ലഡും പരിശോധിച്ചു. അതിൻ്റെ അകത്ത് ഇത് കൂടുതലാണ്, ക്യാൻസർ സെല്ലിൻ്റെ ഒക്കെ ഇത് കൂടുതലാണെന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ട് കാരിത്താസിൽ ചെയ്യാമെന്ന് അവിടുത്തെ റിസൾട്ടുമായിട്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയി അവിടെ ചെന്ന് ചെയ്യാമെന്ന് ഓർത്തുകൊണ്ട് പോയാൽ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ലിസ് ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു കംപ്ലയിൻ്റൊക്കെയാണ് ഡോക്ടർമാർ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചേച്ചി എനിക്ക് പറഞ്ഞു, ഞാൻ ഇത് വിശ്വാസത്തൈലം തൈലം തന്നു, ഉപ്പ്, പിന്നെ തേന്, അങ്ങനെ 3 കൂട്ടം തന്നു. അത് പ്രാർത്ഥനയോട് കൂടി അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ എന്തായാലും അത് പ്രാർത്ഥനയോട് കൂടി ഉപയോഗിച്ചു. അതിന് ശേഷം ഞാൻ അവിടെ കാരിത്താസിൽ ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു എന്തായാലും അതിൻ്റെ വലിപ്പവും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയണമെങ്കിൽ നമുക്കൊന്ന് CT എടുക്കാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. CT സ്കാൻ ചെയ്യേണ്ടി വന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ CT സ്കാനിൻ്റെ റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് കൊടുക്കുമ്പോൾ ഡോക്ടറോട് പറഞ്ഞെന്ന് പറഞ്ഞു ഇതിനകത്തൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അതെന്താണെന്ന് നോക്കട്ടെ, ഞാൻ തന്നെ ഒന്ന് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നെ അവിടുത്തെ സ്കാനിങ്ങിന് ഡോക്ടർ തന്നെ കൊണ്ട് എന്നെ സ്കാൻ ചെയ്ത് നോക്കി.